വീണ ജോർജിനെ കൊണ്ടൊന്നും ഇറക്കിയത്. അപ്പോൾ അത്രയേ കഴിവുണ്ടാവുള്ളൂ. ഒരു നല്ല ജേർണലിസ്റ്റാണ്, അല്ലാണ്ട് വലിയ മന്ത്രിയൊന്നുമല്ല. പിണറായി ഭക്തയാണ്. ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനവും വീണ ജോർജിന്റെ പ്രവർത്തനവും ഒന്ന് തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തക എന്നുള്ളത് അത്ര അല്ലാണ്ട് പാർട്ടിയുടെ രീതിയിൽ പൊളിറ്റിക്സ് അവർക്ക് അറിയാൻ പറ്റില്ല. രണ്ട് വ്യക്തിത്വമാണ്. പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ആരോഗ്യ മേഖല. എന്നാൽ നിലവിൽ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയ്ക്ക് പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു സാഹചര്യത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പ്രവർത്തനങ്ങളാണോ അതോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളാണോ കൂടുതൽ മികവ് പുലർത്തുന്നതെന്ന് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. കോവിഡ് കാലത്ത് സമയത്ത് നോക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ തന്നെയാണ് ഏറ്റവും ബെറ്റർ. ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചർ കുറച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തതും എല്ലാം നന്നായിട്ട് ചെയ്തതൊക്കെ പുള്ളിക്കാരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ശൈലജ ടീച്ചറാണ് നല്ലത്. ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തനം നല്ല രീതിയിലുള്ള ആ കൊറോണ സമയത്തൊക്കെ അവർ പ്രവർത്തിച്ച മുഖ്യമന്ത്രി കാണും കാര്യമായിട്ട് അവർ ചെയ്തു. അതുകൊണ്ടാണ് ഒന്നും വീണ ജോർജിനെ കൊണ്ടൊന്നും ഇറക്കിയത്. വ്യക്തിപരമായിട്ടൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ശൈലജ. ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം ഇന്ത്യ വിഷൻ്റെ പ്രവർത്തകയായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു. ഇവരെ പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ നോമിനി ആയിട്ടാണ് MLA ആയത്. അപ്പോൾ അത്രയേ കഴിവുണ്ടാവുള്ളൂ. ഒരു നല്ല ജേർണലിസ്റ്റാണ്, അല്ലാണ്ട് വലിയ മന്ത്രിയൊന്നുമല്ല. പിണറായി ഭക്തയാണ്, അതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ച് മാറിപ്പോവാം. ശൈലജ ടീച്ചറിന് അത്രയും വിദ്യാഭ്യാസമൊന്നുമില്ല. അവർ അംഗൻവാടി ടീച്ചർ എന്തോ ആയിരുന്നു. പക്ഷേ അവരതൊന്നും കാണിക്കാതെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഒത്തുകിട്ടി ഈ കൊറോണ. അപ്പോൾ കുറേ പണിയൊക്കെ ചെയ്തപ്പോൾ തമ്മിൽ ഭേദം അവരാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം താരതമ്യേന കുറവാണെങ്കിലും. ശൈലജ ടീച്ചറാണ്. എന്തുകൊണ്ടാണ് അവരിത്തിരി കൂടെ ആക്റ്റീവായിരുന്നു ഇവരെക്കാൾ കൊറോണ ടൈമിലൊക്കെ? അതെ. വീണ ജോർജിനെ പറ്റി എന്താണ് അവരെ പറ്റി അഭിപ്രായക്കുറവൊന്നുമില്ല. എന്നാലും ഇവരേലും മെച്ചം മറ്റവരായിരുന്നെന്ന് മാത്രം. മികവ് കൂടുതലുള്ള ശൈലജ ടീച്ചറിന് തന്നെയായിരുന്നു. അത് ജനങ്ങളോടുള്ളൊരു ഇത് പുള്ളിക്കാരിയുടെ ഒരു പ്രത്യേക ഇതായിരുന്നു. അത് ഏത് കാര്യമാണ് കൊറോണ ടൈമിനൊക്കെ പുള്ളിക്കാരി ചെയ്ത എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. മലയാളികൾക്കെല്ലാം അറിയാം പുള്ളിക്കാരി നല്ല വ്യക്തിത്വത്തിനോടൊപ്പമാണ് പുള്ളിക്കാരി ചെയ്ത കാര്യങ്ങളൊക്കെ. അത്ര ഒന്നും പോരാ, മന്ത്രി പോരാന്നല്ല എങ്കിലും അതുപോലെ പറ്റില്ല. അതാണ് എൻ്റെ. ഓക്കെ, ബാക്കി കെ ശൈലജ. എന്തോന്നാന്ന് തോന്നി പ്രവർത്തനങ്ങളുണ്ട്. ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനവും വീണ ജോർജിന്റെ പ്രവർത്തനവും ഒന്ന് തന്നെയാണ്. അത് രണ്ടും ഒന്നായതുകൊണ്ട്. എന്തുകൊണ്ട് രണ്ടും ഒന്നാണത്? അല്ലാതെ അതെ അല്ലാതെ അവര് നല്ലതാണ് ഇവര് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനത്തെ പ്രവർത്തനം? ഇപ്പോ ശൈലജ ടീച്ചർ ആണെങ്കിൽ കോവിഡിന്റെ കാര്യത്തിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പോ വീണ ജോർജ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. നല്ല ആക്റ്റീവാണ്. അത് കെ ശൈലജ ടീച്ചർ അവർ തന്നെ. അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. നല്ല രീതിയിൽ എല്ലായിടത്തും ഇൻവോൾവ് ആയ പ്രവർത്തന പരിചയമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ്. അത്രയൊന്നുമില്ല അവർക്ക്. അതിൻ്റെ അതൊന്നും പ്രവർത്തന പരിചയമൊന്നുമില്ല. അവർ വെറുതെ ഒരു പാർട്ടിയിൽ വന്ന് കയറി ഒരു മാധ്യമപ്രവർത്തക എന്നുള്ളത് അത്ര അല്ലാണ്ട് പാർട്ടിയുടെ രീതിയിൽ പൊളിറ്റിക്സ് അവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവം ഇത് രണ്ടുപേർക്കും ആരോഗ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ പ്രകടനം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ആ ഒരു ഇത് സാറ്റിസ്ഫാക്ഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ തരത്തിൽ ആക്ട് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ കടയിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവരെ ഫേവർ ചെയ്ത് പലതരത്തിലും കളിക്കും. ഇതൊന്നും നാട്ടുകാരെ നന്നാക്കാനൊന്നുമല്ല ഒരു മന്ത്രി. അത് എല്ലാം ശരിയാണ്, ഒന്നും അല്ലാന്ന് ഞാൻ പറയണില്ല. ഇതൊന്നും നമ്മളെ നന്നാക്കാനല്ല ഒരിക്കലും. ഒരു മന്ത്രിമാരും ശരി, ഒരു ജനപ്രതിനിധികളും ശരി, ഈ രാഷ്ട്രീയക്കാരില്ലെങ്കിൽ തന്നെ നമ്മുടെ നാട് നന്നാവും. രണ്ട് വ്യക്തിത്വമാണ്. പ്രവർത്തനം രണ്ടുപേരും നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. എനിക്ക് രണ്ടുപേരും ഇഷ്ടം. ശൈലജ ടീച്ചർ അവരുടെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അവരുടെ അത്രയും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല.
അങ്ങനെ തന്നെ തോന്നേ. ശൈലജ ടീച്ചർ അതെ അതെ. ഓക്കെ, താങ്ക് യു. നമുക്ക് ശാരദ ടീച്ചറിനാണ് നമ്മ കൂടുതൽ ടി വി കാണുമ്പോൾ കേൾക്കാറുള്ളത്. ശൈലജ ടീച്ചർ എന്തുകൊണ്ടാണ്? നല്ല ഭരണമായിരുന്നു. നമ്മുടെ കൊറോണയുടെയൊക്കെ സമയത്തും എല്ലാം നല്ല ആക്റ്റീവായിരുന്നു. അതുപോലൊരു മാരക രോഗം വരാത്തതുകൊണ്ടാണോ വീണ ജോർജ് ആക്റ്റീവ്? അല്ല അവരതുപോലെ നല്ല ആക്റ്റീവായിരുന്നു ശൈലജ ടീച്ചർ. ആക്ച്വലി എല്ലാവരും ഒരേപോലെ തന്നെ ഇന്ത്യക്കാരിൽ കാര്യത്തിൽ. ശരിയാണ്.